യേശുനാഥൻ്റെ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ പങ്കുപറ്റുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ക്രിസ്തുവിന് ശിഷ്യന്മാരുടെ ആവശ്യകത. ഇന്നത്തെ സുവിശേഷത്തിൽ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന ഓരോ അപ്പോസ്തലന്മാരും യേശുവിൻ്റെ ദൗത്യത്തിൽ സഹകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ അതേ ദൗത്യവും ശുശ്രൂഷയും എല്ലാ കാലത്തും സഭയ്ക്ക് കൈമാറപ്പെട്ടിട്ടുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുക, പാപികളോട് ക്ഷമിക്കുക, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സുവാർത്ത എൻ്റെ സമയത്തും സ്ഥലത്തും പ്രചരിപ്പിക്കുന്നതിൽ എൻ്റെ പങ്കുവഹിക്കുവാൻ കർത്താവ് എന്നെയും പേര് ചൊല്ലി വിളിക്കുന്നു. ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് എനിക്ക് വേണ്ടിയും എന്നെയും അതേ ദൗത്യത്തിൽ പങ്കുകാരാക്കുവാൻ വേണ്ടിയാണ്. യേശു എത്ര ചെറിയ ഒരു സമൂഹത്തെയാണ് തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് എന്നത് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ചിന്തനീയമായ ഒരു കാര്യമാണ്. എങ്കിലും ആ തിരഞ്ഞെടുത്തവർ എല്ലാവരും തന്നെ പൂർണ്ണ പരാജയമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുമാറാണ് ക്രിസ്തുവിനെ അവർ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിക്കളഞ്ഞത്. ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന ചൊല്ലിൻ്റെ നേർവിപരീതമായി നിലകൊണ്ട 12 പേർ. എന്നാൽ ക്രിസ്തു അവരെ യേശുവിൻ്റെ മാനുഷിക ആവശ്യത്തിനായിരുന്നില്ല വിളിച്ചത്, മറിച്ച് യേശുവിൻ്റെ ദൈവിക ആവശ്യത്തിനായിരുന്നു. യേശു മാനുഷികമായി സഹിക്കേണ്ടി വന്നപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ദൈവീക ദൗത്യത്തിൻ്റെ പങ്കുകാരാകുവാൻ അവർ അവരുടെ ജീവനെയും ജീവിതത്തെയും ലോക അവസാനം വരെയും കൂടെ ഉണ്ടാകുമെന്ന ക്രിസ്തു വചനത്തിൻ്റെ വലിയ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ 12 പേർ ലോകം മുഴുവൻ്റെയും യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷികളായി പിന്നീട് മാറുകയായിരുന്നു. മാനുഷികമായ തലത്തിൽ നിന്നുകൊണ്ട് നാം ക്രിസ്തുവുമായി, ക്രിസ്തുവിനോട് ബന്ധപ്പെടുകയും ക്രിസ്തുവിൽ നിന്ന് ആരായുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ദൈവീകതയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ദൗത്യം, നമ്മുടെ ക്രിസ്തുബന്ധത്തിൻ്റെ ആഴവും വ്യാപ്തിയും വ്യത്യസ്തങ്ങളാണ്. അവിടെയാണ് നീ സുവിശേഷത്തിൻ്റെ വക്താവായി മാറേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത്. 2. ശിഷ്യന്മാർക്ക് ക്രിസ്തു നൽകിയ ദൗത്യം. 3 ദൗത്യങ്ങളാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. 1. യേശു അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം നൽകുന്നു. 2. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാനുള്ള ശക്തി നൽകുന്നു. 3. അവർ പോകുന്നിടത്തെല്ലാം സുവിശേഷം അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം അവർക്ക് നൽകുന്നു. ശിഷ്യന്മാരെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് മാറ്റി നിർത്തുന്നു. വ്യക്തിപരമായി അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ബോധ്യപ്പെട്ടുകൊണ്ട് പേര് ചൊല്ലി മാറ്റി നിർത്തുന്നു. വെറും മനുഷ്യരായിരുന്ന അവരെ അപ്പോസ്തലന്മാരായി കർത്താവ് നിയോഗിക്കുന്നു. എന്താണ് അപ്പോസ്തലന്മാർ എന്ന് അറിയാതിരുന്ന ശിഷ്യന്മാരെ കർത്താവ് തൻ്റെ സഹനമരണ ഉത്ഥാനത്തിലൂടെ അവർക്ക് ക്രിസ്തു ദൗത്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് അപ്പസ്തോലിക ദൗത്യത്തിന് വേണ്ടി പെന്തക്കോസ്ത വരെയും അവരെ കാത്തുവയ്ക്കുന്നു. ലോകത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് ഇസ്രയേലിൻ്റെ പരിധികളിലേക്ക് മാത്രം അവരെ അയച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവരെ പരിപാലിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. ലോക ദൗത്യത്തിന് വേണ്ടി, സുവിശേഷ ദൗത്യത്തിന് വേണ്ടി നീ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യം നീ അയക്കപ്പെട്ട ഇടങ്ങളിൽ നീ നൽകേണ്ട നവീകരണവും സുവിശേഷവും പൂർത്തീകരിക്കുക എന്നതാണ്. ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേലകൾ ലോകമെങ്ങും നൽകുവാൻ നമ്മിലൊക്കെ ദൈവവിളി കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളിൽ നാം കുറവ് വരുത്തുന്നത് കൊണ്ടാണ് എന്ന് സാരം. മാനുഷികമായി നോക്കുമ്പോൾ അവരെല്ലാം ഭീരുക്കളും ക്രിസ്തു ആഗ്രഹിച്ച ദൗത്യം പേറുവാൻ ശക്തിയില്ലാത്തവരുമാണ് എന്ന് തോന്നും. ക്രിസ്തുവിൻ്റെ മാനുഷിക തലങ്ങളിൽ അവർ അകലെയായിരുന്നു. അവർ അവനെ സഹായിച്ചതുമില്ല. എന്നാൽ ക്രിസ്തു അവരിൽ കണ്ടത് അവർ പോലും അവരുടെ ക്രിസ്തുബന്ധത്തിൽ കണ്ടില്ല എന്നതായിരുന്നു സാരം. നമ്മുടെ പരാജയങ്ങളും പരിമിതികളുമല്ല
ദൈവ വിളിയുടെ അന്തസത്ത, ക്രിസ്തു എന്നിൽ കാണുന്ന വലിയ ദൗത്യമാണ് നമ്മുടെ ദൈവവിളിയുടെ നിദാനം. അത് ബോധ്യപ്പെടുവാൻ നാം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൽ കാത്തിരിക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം. 3. സ്വർഗരാജ്യ ദൗത്യത്തിൻ്റെ പൊരുൾ. സ്വർഗരാജ്യ ദൗത്യമെന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ സുവാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, പ്രഘോഷിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ രക്ഷാകര സന്ദേശം കേൾക്കാൻ, ഏറ്റവും ആവശ്യമുള്ളവരോട് പ്രഖ്യാപിക്കാൻ, പഠിപ്പിക്കുവാൻ, രോഗശാന്തി നൽകുവാൻ ഒരു ദൗത്യമായി അവൻ അവരെ അയക്കുന്നു. ആദ്യമായി ഭൂമിയുടെ അറ്റങ്ങളിലേക്ക്, അല്ലെങ്കിൽ ലോകമെമ്പാടും നീ ഈ വാർത്ത എത്തിക്കുകയെന്നാൽ ഏറ്റവും അരികെയുള്ള നിന്റേതായി ദൈവം തന്നവരിലേക്ക് അത് എത്തിക്കുക എന്നതാണ് സാരം. രണ്ടാമത്തെ മാനം ക്രിസ്തുവിന് ശിഷ്യന്മാരുമായി ഉണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധമാണ്. പേരെടുത്ത് വിളിച്ച് അവൻ അവരെ അയക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യം ലോകമെങ്ങും എത്തിക്കുവാൻ എനിക്ക് മറ്റുള്ളവരുമായി പേരെടുത്ത് വിളിക്കുന്ന ഒരു ബന്ധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്വർഗരാജ്യത്തിൻ്റെ വക്താവായി നീ മാറുകയെന്നാൽ നീ എന്ന വ്യക്തി സമ്പൂർണമായും ക്രിസ്തുവിൻ്റെതായി മാറുക എന്നാണ് അർത്ഥം. നീ ചെല്ലുന്നിടത്തൊക്കെ ഉള്ളവരെ ക്രിസ്തുവിൻ്റെതാക്കി മാറ്റുവാൻ, വ്യക്തിപരമായി അവരെ നിന്റെ നിയോഗത്തിൻ്റെ ഉള്ളിലേക്ക്, സുവിശേഷ രാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് അവരെ നീ ചേർത്ത് വയ്ക്കുക എന്നാണ് അർത്ഥം. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മെ വിളിച്ച വിളിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ക്രിസ്തു സുവിശേഷമായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.